ഞാൻ ഇവിടെ വന്നത് എന്നെ കൊലപ്പെടുത്താൻ വേണ്ടി ഗുണ്ടകൾ വന്ന് അക്രമം നടത്തിയതിനെ തുടർന്നാണ്. ഈ അക്രമത്തിന് കാരണം ഈ ഒരു മാസം മുൻപ് തിരുവനന്തപുരത്ത് I2I ചാനലിൽ ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയായ ഞാനും AICയുടെ മുൻ മെമ്പർ സിമി റോസ് ജോണും VD സതീശൻ്റെ 45 വർഷത്തെക്കുറിച്ച് I2I ചാനൽ സുനിൽ മാത്യുവിന് അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖം സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ പ്രചരിപ്പിക്കുന്ന സംഭവമല്ല, സതീശന് തുറന്ന് കാണിച്ചതാണ്. ഈ സംഭവം സതീശൻ ചെയ്ത എല്ലാ അഴിമതികളും എല്ലാ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും ഞങ്ങൾ തുറന്ന് കാണിച്ചു. അതിനെ തുടർന്ന് സതീശന് ഭയങ്കര ഗൗരവമായി. ആ ഗൗരവത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തു. അത് VD സതീശനും അയാളുടെ അനിയൻ അജയകുമാറും കൂടിയാണ് കൊട്ടേഷൻ കൊടുത്ത് ഈ വിവരം സിമി റോസ് ജോണിന് അവരുടെ കുടുംബ സുഹൃത്ത് അറിയിക്കുകയാണ്. രാജേന്ദ്രപ്രസാദും സിമി റോസ് ജോണും വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം, നിങ്ങളെ തീർക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് അജയകുമാർ പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ വിവരം സിമി റോസ് ജോൺ എൻ്റെ അടുക്കൽ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ എറണാകുളം ജില്ലാ പോലീസ് സൂപ്രണ്ട് റൂറലിന് പരാതി കൊടുത്തു. എന്നെയും സിമിയെയും വധിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതിനെ തുടർന്ന് ഞങ്ങൾ ഭീതിയിലാണ്, ഞങ്ങൾക്കൊരു സുരക്ഷ തന്നെ എന്ന് പറഞ്ഞു. ആ പരാതി അന്വേഷണത്തിലിരിക്കുമ്പോഴാണ് ഈ കൊട്ടേഷൻ നടപ്പാക്കിയത്. ഞാൻ രാവിലെ ആലുവയിൽ ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും ഇറങ്ങി രാവിലെ വെള്ളം കുടിക്കാൻ പോയ സമയത്ത് വെള്ളം കുടിച്ച് രാവിലെ 2 ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുൻപിൽ 2 പേര് ബൈക്കിൽ നിൽപ്പുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, റോഡ് ആയതുകൊണ്ട് അധികം. എന്നാലും റോഡരികിൽ ടൈൽ വിരിച്ചു കൊടുത്താണ് കയറി കിടന്നത്. അധികം ശ്രദ്ധിക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഞാൻ 2ാം നിലയിലാണ് താമസിക്കുന്നത്. ഞാൻ 2ാം നിലയിൽ താമസിക്കുന്ന സ്റ്റെയർ കേസ് കയറി ലാസ്റ്റ് സ്റ്റെപ്പ് കയറുന്നതിന് മുൻപ് 2 പേര് എൻ്റെ പിന്നാലെ ഓടി വന്നിട്ട് ഒരാളെൻ്റെ മുന്നിൽ കയറി നിന്നു, സ്റ്റെപ്പിൻ്റെ മുന്നിൽ. അവിടെ വെച്ച് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീയും സിമി റോസ് കൂടിയല്ലേ VD സതീശൻ സാറിന് ചാനലിൽ പോയിരുന്നു നാറ്റിച്ചത്, നിങ്ങളെ 2നും ഞങ്ങൾ വിടില്ല, തീർത്ത് കളയും എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ കയ്യിലൊരു ഈ ഇരുമ്പിൻ്റെ കൂടറുണ്ടായിരുന്നു. ഈ നമ്മൾ ഈ ഇരുമ്പ് വിളക്കാനൊക്കെ എടുക്കണ, ഈ വീട് പണിക്കൊക്കെ എടുക്കണ കൂടറുണ്ടല്ലോ, വലിയ കൂടർ, അതുണ്ടായിരുന്നു. അത് അപ്പോൾ എൻ്റെ തൊട്ട് പിന്നിൽ നിന്ന ആൾ പറഞ്ഞ്, അവനെ കൊല്ലട, വെച്ചിരിക്കണ്ടടാന്ന് പറഞ്ഞപ്പോൾ ഇയാളെൻ്റെ തലക്കടിച്ച സമയത്ത് ഞാൻ അപ്പോഴേക്കും ചോര ചീറ്റി അവിടെ. അപ്പോഴേക്കും ഞാൻ 2 കൈ എൻ്റെ തലയിൽ വെച്ച് 3-4 അടി അടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കരച്ചിൽ കേട്ട് ആളുകൾ ഓടി വന്നപ്പോൾ ഇവർ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ താഴെ നിന്ന് എൻ്റെ 2 മുട്ടുകാലിനും ഇവർ തല്ലി. ഇതാണ് സംഭവം. അതിനെ തുടർന്ന് എന്നെ നജാത്ത് ഹോസ്പിറ്റലിലാണ് ആദ്യം കൊണ്ടുപോയത്. നജാത്ത് ഹോസ്പിറ്റലുകാർ തലയ്ക്ക് ഗുരുതരമായ പരിക്കുള്ളതിൻ്റെ പേരിൽ മാഞ്ഞാലി മെഡിക്കൽ കോളേജിലേക്ക് ശുപാർശ ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഞാൻ അഡ്മിറ്റായത്.